അതെ, കർത്താവും തൻ്റെ ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കടല് പ്രതികൂലമാകുന്നു. അതെ, ചുഴലിക്കാറ്റടിക്കുന്നു. ശിഷ്യന്മാർ ഭയപ്പെടുന്നു. കർത്താവിനെ ഉണർത്തുന്നു. കടലിനെയും കാറ്റിനെയും സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു ശാന്തമാക്കുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തു തന്നെ വിഷയമായിക്കോട്ടെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ബോട്ടിലുണ്ട്. അവൻ നമ്മുടെ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും നമ്മുടെ ജീവിതം എന്ന പടക് ഒരു വെള്ളത്തിലും താഴ്ന്നു പോകാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? അതിൻ്റെ 39-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അതെ, ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ ശാന്തതയെ ദൈവം കൽപ്പിച്ചാക്കുവാൻ പോകുന്നു. ചിലതിനോട് സ്വർഗം അനങ്ങാതിരിക്കുവാൻ കൽപ്പിക്കുവാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. നിങ്ങളും വിശ്വാസത്തോടെ ഇന്ന് ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയാട്ടെ. വിശ്വാസത്തോടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ബോട്ടിലുണ്ടെന്ന് വിശ്വസിച്ചാട്ടെ. നിങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുവാൻ പോകുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കാറ്റിനോട്, കടലിനോട്, പ്രതികൂലമായിട്ടുള്ള നിങ്ങളുടെ കാറ്റിനോട്, കടലിനോട് നിങ്ങൾ വിശ്വാസത്തോടെ ആ ചുഴലിക്കാറ്റിനോട് നിങ്ങൾ കൽപ്പിക്കുവാൻ പോകുക. വിശ്വസിച്ചാട്ടെ. കർത്താവിൻ്റെ വചനം വിശുദ്ധ യോഹന്നാൻ 14:12 ഇങ്ങനെ വായിക്കുന്നു: ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയവും അവൻ ചെയ്യും. അതെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വസിച്ചാട്ടെ. കർത്താവ് നമ്മളോട് പറഞ്ഞതാ. കർത്താവ് ചെയ്തതിലും വൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അത് യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ചുഴലിക്കാറ്റിന് സമമായിട്ടിരിക്കുന്ന അവസ്ഥയോട് ഇന്ന് പകലിൽ ഒന്ന് കൽപ്പിക്കാമോ? ചില പ്രവർത്തികൾ ഇന്ന് പകലിൽ നിങ്ങൾ കാണുവാൻ പോകുന്നു.